ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ആൽബി, എന്താ നിന്റെ തീരുമാനം? ഇത്രയും നാൾ പൊന്നുമോളെ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് നീ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇനിയിപ്പം നിന്റെ അഭിപ്രായം എന്താ? ജോസഫ് ചോദിച്ചു. അത് എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. നേഹമോളെയല്ലേ? ആനി ചിരിയോട് ചോദിച്ചു. അതെങ്ങനെ ആൻറ്റിക്കറിയാം? അവൻ അതിശയത്തോട് ചോദിച്ചു. നിന്നെ കാണുമ്പോൾ ഉള്ള അവളുടെ മുഖഭാവവും നീ അവളെ നോക്കുമ്പോഴുള്ള നോട്ടവും കാണുമ്പോൾ ഏതൊരു പൊട്ടനും മനസ്സിലാകും. ആനി പറഞ്ഞുകൊണ്ട് ചിരിച്ചതും ആൽബി നല്ലോണം ഇളിച്ചു കാണിച്ചു. അവളുടെ വീട്ടിലെങ്ങനെ, സമ്മതിക്കുമോ? അലക്സ് സംശയത്തോട് ചോദിച്ചു. ഞാൻ അവളുടെ വീട്ടിലാ ആദ്യം പറഞ്ഞത്, അവർക്കൊക്കെ സമ്മതമാ. അവൻ ചിരിച്ചുകൊണ്ട് അയാളോട് മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു ദിവസം നോക്കി അങ്ങോട്ടേക്ക് പോകാം, ജോസഫ് പറഞ്ഞതും എല്ലാവരും ശരിവെച്ചു. അപ്പോൾ നീ എന്തു പറയുന്നു? നിനക്ക് മാരേജ് നോക്കട്ടെ? എന്തെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ ആൽബിയുടെ കൂടെ തന്നെ കെട്ടി നടത്താം, അമ്മച്ചി അവനെ നോക്കി പറഞ്ഞു. അതമ്മച്ചി, എനിക്കിവളെ ഇഷ്ടമാണ്. അവൻ്റെ അടുത്തായി നിൽക്കുന്ന മീനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾ എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി പാസ്സാക്കി. ഇങ്ങ് വാടി മിണ്ടാപ്പൂച്ചേ, എൻ്റെ ചെറുക്കനെ തന്നെ വലയിട്ട് പിടിച്ചു അല്ലേ? റീന അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അതാൻറ്റി, ഒരു ദുർബല നിമിഷത്തിൽ അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കുറച്ച് അമ്മായിമ്മ പോരൊക്കെ എടുക്കും, അതുകൊണ്ട് നല്ലതുപോലെ ആഹാരമൊക്കെ കഴിച്ചോ. എന്നോട് ഏറ്റുമുട്ടാനുള്ളതല്ലേ? അവർ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ആം വെയിറ്റിംഗ് മൈ മദർ ഇൻ ലോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവനും സ്വയം കണ്ടുപിടിച്ച സ്ഥിതിക്ക് മേഴ്സിയോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാം. പറ്റുവാണെങ്കിൽ അടുത്ത ഏതേലും ആഴ്ച തന്നെ എൻഗേജ്മെൻ്റ് അങ്ങ് നടത്താം, വിൽസൺ പറഞ്ഞു. അതെ, എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും എനിക്കൂടെ ഒരു പെണ്ണിനെ സെറ്റാക്കി തന്ന ഇവരുടെ കൂടെ എൻ്റെയും. കിച്ചു അവരെ നോക്കി പറഞ്ഞു. മര്യാദയ്ക്ക് ബാംഗ്ലൂരിലെ കമ്പനി നീ നോക്കി നടത്തിക്കോണം, ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് പോയിക്കോണം. നിന്നെ കെട്ടിക്കാറാകുമ്പോൾ ഞങ്ങൾക്കറിയാം. റിച്ചി പറഞ്ഞതും കിച്ചു വായിക്ക് സിബിടുന്നത് പോലെ കാണിച്ചുകൊണ്ട് നിന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. അനീറ്റ മോൾക്ക് കൂടി നല്ലൊരു ബന്ധം നോക്കണം, ആനി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് മതി ആൻറ്റി, എനിക്ക് പുറത്തുപോയി PG ഒക്കെ എടുത്തിട്ട് മതി. അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞതും എല്ലാവരും അതിനോട് യോജിച്ചു. റിച്ചി, ഇനി എന്താ നിന്റെ പ്ലാൻ? മോളെ ഇങ്ങനെ നിർത്താനാണോ? അലക്സി റിച്ചിയോട് ചോദിച്ചു. ഇല്ല അങ്കിൾ, നെക്സ്റ്റ് മന്ത് ഇവളെ കൊണ്ട് IELTS എഴുതിപ്പിക്കണം, റിച്ചി പറഞ്ഞതും പൊന്നു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ, മോള്? അവൾ ദയനീയമായി ചോദിച്ചു. ഞങ്ങളൊക്കെ ഇല്ലേ മോളെ ഇവിടെ, ഞങ്ങൾ നോക്കിക്കോളാം. 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, പിന്നെ തിരിച്ചു വരാലോ. മോളുടെ വലിയ ആഗ്രഹമല്ലായിരുന്നോ അവിടെ നിന്ന് MBA എടുക്കണമെന്ന്? റീന അവളെ നോക്കി പറഞ്ഞു. വേണ്ട ഇച്ചായ, എൻ്റെ മോൾക്ക് ഇപ്പോൾ ഇനി ആവശ്യമാണ്. ഞാൻ പോകില്ല ഇച്ചായ, ഞാൻ ഇവിടുന്ന് MBA എടുത്തോളാം. പ്ലീസ് ഇച്ചായ, എൻ്റെ മോളെ ഒറ്റയ്ക്കാക്കി ഞാൻ പോകില്ല, അവൾ റിച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നു മോളെ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും വരും നിൻ്റെ കൂടെ. നമുക്ക് പോയിട്ട് വരാടി. മോളെ ഇവർ നോക്കിക്കോളും. ഇപ്പോഴാകുമ്പോൾ കുഴപ്പമില്ല, പിന്നീടാണ് അവൾക്ക് നമ്മളെ ആവശ്യം. അപ്പോഴേക്കും നമ്മൾ തിരികെ വരുമല്ലോ. ഇച്ചായന് വിഷമമില്ലേ മോളെ തനിച്ചാക്കി പോകുന്നതിന്? അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എൻ്റെ മോളെ താലോലിച്ചും കളിപ്പിച്ചും എനിക്ക് ഇതുവരെ കൊതി തീർന്നിട്ടില്ല. പക്ഷെ നിൻ്റെ ആഗ്രഹമല്ലേടി അത് വേണ്ടെന്ന് വെക്കണ്ട. പിന്നെ നിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ ഇച്ചായന് പറ്റാത്തത് കൊണ്ടാണ് ഞാനോടി വരുന്നത്. മോളെ കൊണ്ടുപോയാൽ നമുക്കവളെ നോക്കാൻ പറ്റില്ലടി, ഇല്ലെങ്കിൽ അവളെയും കൊണ്ടുപോകില്ലേ? നമുക്ക് പോകണ്ട ഇച്ചായ, പ്ലീസ്. ഇവിടുന്ന് നമുക്ക് MBA എടുക്കാം, പ്ലീസ് ഇച്ചായ. എനിക്കിപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ മോളുടെയും ഇച്ചായൻ്റെയും ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ നിന്നാൽ മതി എനിക്ക്. പ്ലീസ് ഇച്ചായ, 2 വർഷം ഞാൻ മാറി നിന്നില്ലേ, ഇനി എനിക്ക് വയ്യ ഇച്ചായ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും റിച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പൊന്നു, വേണ്ട ഇച്ചായ, ഒന്നും പറയണ്ട, ഞാൻ എങ്ങോട്ടും പോകില്ല, അവൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. മോൾക്ക് താല്പര്യമില്ലെങ്കിൽ വിടണ്ട റിച്ചി, അവൾ ഇവിടുന്ന് MBA എടുക്കട്ടെ, ആനി പറഞ്ഞതും എല്ലാവരും അതിനോട് യോജിച്ചു. രാത്രിയിൽ റിച്ചി മുറിയിലേക്ക് വന്നപ്പോൾ പൊന്നു ഫ്രഷായി ഇറങ്ങുകയായിരുന്നു. ഒരു മുട്ടുവരെ ഇറക്കമുള്ള പാവാടയും ഷർട്ടുമാണ് അവളുടെ വേഷം. തല നിവർത്തിക്കൊണ്ട് അവൾ ഇറങ്ങിയതും അവളെ ഇമചിമ്മാതെ നോക്കി ടേബിളിൽ ചാരി നിൽക്കുന്ന റിച്ചിയാണ് കണ്ടത്. എന്താ ചായ, ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നേ? അവൾ സംശയത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി അവനെ നോക്കി ചോദിച്ചു. അവനൊന്നുമില്ലെന്ന് ചുമലനക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി ബാത്റൂമിലേക്ക് കയറി. അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിന്ന് മുടി ചീവാൻ തുടങ്ങി. 2 വർഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരു മിന്നായം പോലെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. റിച്ചി ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാണ് യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് തല തുവർത്തിക്കൊണ്ട് വരുന്ന അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കി പിടിച്ചു. എന്താടി, എന്തു പറ്റി? അവൻ ആവലാതിയോട് ചോദിച്ചു. ഒന്നുമില്ല, കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുമോ? അവൾ തല ഉയർത്താതെ തന്നെ അവനോട് പറഞ്ഞതും അവനെ ഒന്നുകൂടി അവൾ ചേർത്ത് പിടിച്ചു. ഇച്ചായ. എന്താ മോളെ?
എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി ചോദിച്ചു. സ്നേഹം ഉണ്ടായിട്ട്? അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇച്ചായൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അത്രയും ഞാൻ എനിക്ക് ഇച്ചായനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് ചോദിച്ചു. എൻ്റെ പൊന്നൂട്ടാ, ഒരിക്കൽ നിന്നെ നഷ്ടപ്പെട്ടു പോയതാ എനിക്ക്. അല്ല, അങ്ങനെ ഞാൻ കരുതി. പക്ഷേ നീ ഇന്ന് എൻ്റെ ഭാര്യയായി, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി. ഇപ്പതേ എൻ്റെ നെഞ്ചിൽ തലവെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ലേ? നീ ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് പറയില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതിനേക്കാൾ മുൻപിൽ വേറെ ആരും എത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്തിന്? നീ പോലും എത്താൻ പാടില്ല. അത്രയ്ക്ക് സ്വാർത്ഥനാ ഞാൻ നിന്റെ കാര്യത്തിൽ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായൻ എന്തിനാ അടുത്ത മാസം എന്നെ IELTS എഴുതിപ്പിക്കുവാണെന്ന് പറഞ്ഞേ? നമ്മുടെ മോളെ മറന്നിട്ട് ഇച്ചായന് പോകാൻ പറ്റുമോ? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് പറ്റുമെന്ന്? പിന്നെന്തിനാ അത് പറഞ്ഞത്? നിന്റെ ആഗ്രഹമല്ലേടി അത്? എനിക്ക് നിന്റെ ആഗ്രഹമാണ് വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ ഹാപ്പി ആയിട്ടിരിക്കണം, എനിക്കത് കാണണം. നിന്റെ നിറഞ്ഞ പുഞ്ചിരിയും ഈ കുറുമ്പും കുസൃതിയും ഒക്കെയാണ് എനിക്ക് വേണ്ടത്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിലും ഇരു കണ്ണുകളിലും ചുംബിച്ചു. ഇരു കവളിലും ചുംബിച്ച അവൾ അവൻ്റെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് മാറിയതും അവൻ അവളുടെ തലയുടെ പിൻഭാഗത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തിയിരുന്നു. അവളുടെ കാലുകൾ തറയിൽ നിന്നും ഉയർന്നു, കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചു പൊക്കി ടേബിളിൽ ഇരുത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. അവളുടെ ചുണ്ടുകളും നാവുകളും ചുംബിച്ചുണർത്തുമ്പോൾ ഇരുവരുടെയും ശരീരം ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് മനസ്സിലായതും അവൻ അകന്നു മാറി. അവൾ ചിരിച്ചുകൊണ്ട് ശ്വാസം വലിച്ചു. എന്താടി, ശ്വാസം മുട്ടുന്നോ? അവൻ ചിരിയോടെ ചോദിച്ചു. ചായ, മോള് വന്നതിന് ശേഷം ഇങ്ങനെയാ. വെയിറ്റുള്ളതുകൊണ്ടാണോന്നറിയില്ല, കുറേ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്വാസം മുട്ടും. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവന് വിഷമമായി. നീ എന്താ എന്നിട്ട് ഗൗരിയോട് പറയാഞ്ഞേ? അത് സാരമില്ല ചായ, ഞാൻ ഇപ്പം തടിച്ചിരിക്കല്ലേ, ചിലപ്പോൾ അതായിരിക്കും. വണ്ണം കുറയുമ്പോൾ മാറും. എങ്കിൽ നാളെ മുതൽ നീ രാവിലെ നടക്കാൻ വാ, ഞാനൂടി വരാം. എൻ്റെ ഇച്ചായ, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇച്ചായൻ ഗൗരി ചേച്ചിയോട് ചോദിച്ചു നോക്ക്. ഇപ്പം തന്നെ ചോദിക്കാം. അതും പറഞ്ഞ് അവൻ ഫോൺ എടുത്തു. ഇച്ചായ, സമയം 11 ഇപ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നേ? വന്നേ, കിടക്കാം, നമുക്ക് നാളെ ചോദിക്കാം. അവൾ ടേബിളിൽ നിന്നും ഇറങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടി, മോളെവിടെ? അവൻ കട്ടിലിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ മമ്മിയുടെയും പപ്പയുടെയും കൂടെ കിടന്നിറങ്ങി, പിന്നെ ഉണർത്തണ്ടാന്ന് മമ്മി പറഞ്ഞു. എങ്കിൽ വാ, കിടക്കാം. അവൻ അതും പറഞ്ഞ് ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. അവളും ലൈറ്റ് അണച്ചിട്ട് വന്ന് അവൻ്റെ അടുത്ത് കിടന്നു. ഇച്ചായ, എന്തു പറ്റി പെട്ടെന്ന്? മൂഡ് ഓഫ് ആയല്ലോ? ഒന്നുമില്ലടി, അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ടാണോ? എനിക്കൊന്നുമില്ല ഇച്ചായ. ദേ നോക്കിയേ, ഇച്ചായൻ കൂടെ ഉള്ളപ്പോൾ ഇച്ചായൻ്റെ കൊച്ച് സ്ട്രോങ് അല്ലേ? അവൾ അവൻ്റെ മുഖം അവളുടെ നേരെ ആക്കിക്കൊണ്ട് ചോദിച്ചു. അതിനവൻ ഒന്നും മിണ്ടിയില്ല. ഇച്ചായ, ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അവൾ പറഞ്ഞിട്ടും അതിനും അവനൊന്നും മിണ്ടാതെ കിടന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി തിരിഞ്ഞു കിടന്നു. പൊന്നൂട്ടാ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. വേണ്ട, പോ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. ഇങ്ങോട്ട് നോക്കിയേ. അവൻ അവളുടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, വേണ്ട, പോ. എന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ? ആര് പറഞ്ഞു എനിക്കെൻ്റെ കൊച്ചിനെ വേണ്ടെന്ന്? ഇച്ചായന് എൻ്റെ കൊച്ചല്ലേ എല്ലാം. എന്നിട്ട് ഞാൻ ചോദിച്ചതിനൊന്നും മിണ്ടിയില്ലല്ലോ. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അത് എനിക്ക് പേടിയാടി, നിനക്ക് എന്തേലും പറ്റുമോന്ന്. ഒന്ന് പോയേ ഇച്ചായ. ഞാൻ മാത്രമാണോ ലോകത്തിൽ പ്രസവിച്ച പെണ്ണ്? എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാ ഓരോ പെണ്ണും കുഞ്ഞുങ്ങളെ ഈ ലോകം കാണിക്കുന്നത്. ആണ്, പക്ഷെ നിനക്കറിയാലോ നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണെന്ന്. നിന്നെ നഷ്ടപ്പെടുത്തി ഈ ഋഷിക്ക് ഒന്നും വേണ്ട. ഗൗരി ചേച്ചി പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെന്താ? എന്നാലും ഇല്ല. എനിക്കിപ്പോൾ വേണം ഇച്ചായനെ, എല്ലാ അർത്ഥത്തിലും. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. മോളെ, ഒന്നും പറയണ്ട. ഇച്ചായന് പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിലോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. ഇല്ലെങ്കിൽ ഇച്ചായൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ? ഞാനേ മീനുവിൻ്റെ കൂടെ പോയി കിടന്നോളാം. ഞാനിവിടെ കിടന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നീ എന്നെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് പോകുമോ? അവനും കട്ടിലിരുന്നു കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. പോകും. ഇങ്ങനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചിയെ പ്രേമിച്ച് എന്നെ വേണം പറയാൻ. നീ തന്നെ ഇത് പറയണം. എന്ത്? ഞാൻ അൺറൊമാൻറ്റിക് ആണെന്ന്? നീ അല്ലേടി കുശുമ്പി അൺറൊമാൻറ്റിക്ക്? ഞാനേ നല്ല അടിപൊളി റൊമാൻറ്റിക് ഹീറോയാ. പിന്നെ എനിക്കെങ്ങും തോന്നിയില്ല. അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളെ തള്ളി കട്ടിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ മുകളിൽ 2 സൈഡും കൈകുത്തി നിന്നു. പറയടി, ഞാൻ അൺറൊമാൻറ്റിക് ആണോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു.
ആണ് 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 അൺറൊമാൻറ്റിക് മൂരാച്ചി. അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ഇരു കണ്ണുകളിലും ചുംബിച്ച അവൻ അവളുടെ രണ്ട് കവളിലും അമർത്തിക്കടിച്ചു. കടിക്കാതെ ഇച്ചായ, അവൻ അവളുടെ പുറത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുംബിച്ചു. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് റിച്ചി കണ്ണുകൾ തുറന്നത്. അവന്റെ നെഞ്ചിൽ കിടക്കുന്ന അവളെ ചുംബിച്ചുകൊണ്ട് അവൾ കൈയെത്തി ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്തു. അവളെ തലയിണയിലേക്ക് കിടത്തി. പൊന്നൂട്ടാ പോയിച്ചായ, കുറച്ചുകൂടി കഴിഞ്ഞ് എഴുന്നേക്കാം. അയ്യടി, ഇങ്ങോട്ട് എഴുന്നേറ്റേ വാ, അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പിന്നെ ഫോൺ എടുത്തു നോക്കി. ഇച്ചായ, അവൾ ദേഷ്യത്തോട് വിളിച്ചു. എന്താടി, സമയം 6:30 ആയതേ ഉള്ളൂ, ഞാൻ എന്തിനാ ഇപ്പോഴേ എഴുന്നേക്കുന്നേ? അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടക്കാൻ പോകാൻ ശ്രമിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. പോയി ഈ ഡ്രസ്സൊക്കെ മാറി ഒരു ടോപ്പും പാൻറ്റും ഇട്ടുകൊണ്ട് വാ. എന്തിന്? നമുക്ക് നടക്കാൻ പോകാം. പിന്നെ ഞാനെങ്ങും ഇല്ല, തന്നെ അങ്ങ് പോയാൽ മതി. ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് നടക്കാൻ പോകാമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങി. പൊന്നു, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. എന്താ ഇച്ചായ, എനിക്ക് വയ്യ ഇച്ചായ, നടക്കുമ്പോൾ കാലൊക്കെ വേദനിക്കും, പിന്നെ നടുവൊക്കെ വേദനിക്കും. ഞാനില്ല, അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ മരുന്നിട്ട് തിരുമ്മി തന്നോളാം. ഇപ്പം എഴുന്നേറ്റ് വാ, രാവിലെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പിന്നെ നീ തന്നെ ഇരുന്ന് കരയും കേട്ടല്ലോ. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി. അവൾ ഡ്രസ്സ് മാറുന്നത് നോക്കിക്കൊണ്ട് അവൻ ചിരിയോടെ കട്ടിലിരുന്നു. ദുഷ്ടൻ, കിണിക്കുന്നത് കണ്ടില്ലേ? 7 മണി പോലും കാണാത്ത ഞാനാ ശ്വാസം മുട്ടുന്നെന്ന് പറയണ്ടായിരുന്നു. അവൾ പിറുപിറുത്തുകൊണ്ട് ഡ്രസ്സ് മാറി. ഞാൻ ഇന്നലെ രാത്രിയിൽ നീ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഗൗരിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. വണ്ണം വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ, വെയിറ്റ് കുറച്ച് ശരിയായിക്കോളും. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി പുച്ഛിച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. പോയി പല്ലൊക്കെ തേച്ച് മുഖം കഴുകിയിട്ട് വാ, ഞാൻ സിറ്റൗട്ടിൽ കാണും, മോള് ഉണരുന്നതിന് മുൻപേ വരാം. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അവളുടെ പോക്ക് കണ്ട് അവൻ ചിരിച്ചു. പൊന്നു മനസ്സില്ലാ മനസ്സോടെ റൂമിൽ നിന്നും ഇറങ്ങി. സിറ്റൗട്ടിലേക്ക് നോക്കിയപ്പോൾ റിച്ചി ഫോണും നോക്കിക്കൊണ്ട് വിൽസണിനോട് സംസാരിച്ച് നിൽക്കുകയാണ്. അവൾ അന്നയുടെയും ജോണിൻ്റെയും റൂമിലേക്ക് നോക്കി. കുഞ്ഞ് സുഖം ഉറക്കമാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കരയുന്നവളാ. ഇന്ന് നോക്ക്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എടി, നിന്റെ അപ്പയുടെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കടി. അതെങ്ങനെയാ? അപ്പയുടെ മോളല്ലേ, അപ്പോൾ അപ്പയുടെ കൂടെ നിന്നിട്ട് എനിക്ക് പണി തരാനല്ലേ നീ നോക്കുള്ളൂ. രണ്ടും കണക്കാ. അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. ആ, മോൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാൻ എവിടെയെല്ലാം നോക്കി. ആനി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി അമ്മേ? മോളെ, റിച്ചി അന്വേഷിക്കുന്നുണ്ട്. രാവിലെ നടക്കാൻ പോകുമെന്നൊക്കെ കേട്ടല്ലോ. ആനി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നു ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ മുഖം വല്ലാതെ ഇരിക്കുന്നേ? അവളുടെ മുഖം മാറിയതും ആനി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അമ്മേ, അമ്മ ഒന്ന് പറയോ ഇച്ചായനോട്, എനിക്ക് നടക്കാൻ പോകണ്ടെന്ന്. പ്ലീസ് അമ്മേ, എനിക്കിന്നലെ ഒട്ടും ഉറക്കം ശരിയായില്ല, തലവേദന എടുക്കുന്നു, ഒന്ന് പറയുവോ? അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് വാങ്ങിത്തരാനാണോ? ആനി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഏയ്, ഇച്ചായൻ അമ്മ ഒന്നും പറയില്ലല്ലോ, പ്ലീസ് ഒന്ന് പറയോ? അവൾ ദയനീയമായി വീണ്ടും പറഞ്ഞു. ശരി, വാ നോക്കാം. പക്ഷെ ഒരു കാര്യം, അവൻ സമ്മതിച്ചില്ലെങ്കിൽ എന്നോട് നീ പിണങ്ങരുത്. ആനി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല ഇല്ല, എൻ്റെ അമ്മക്കുട്ടിയോട് ഞാൻ പിണങ്ങുമോ? അവൾ അവരുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. സോപ്പിംഗ് ഒന്നും വേണ്ട, വാ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആനി നടന്നതും പൊന്നു പുറകെ വെച്ചു പിടിച്ചു.